സരസാക്ഷിമാർ കേൾപ്പിന്നെല്ലാരും സരമാം മമ ഭാഷിതം പോരുമീ വിധം ലീലകളെല്ലാം നേരം പാതിരാവായല്ലോ. ധന്യമാം ദശപുഷ്പം ചൂടുവാൻ സുന്ദരിമാരെ പോകേണം. ധന്യമാം ദശപുഷ്പമേതെല്ലാം ചൊല്ലേണമതിന്നാമങ്ങൾ. സദ്ഗുണങ്ങളെ വർണ്ണിച്ചു കേൾപ്പാനാഗ്രഹമുണ്ടു മനസ്സേ. ആദിയാകും കറുകയ്ക്കോർക്കുമ്പോൾ ആദിത്യനല്ലോ ദേവത. ആദിവ്യാധികളൊക്കവേ നീങ്ങും ആദരാലിതു ചൂടുകിൽ. രണ്ടാമതാകും വിഷ്ണുക്രാന്തിക്കു കൊണ്ടൽ നേർവർണ്ണൻ ദേവത. തൃഷ്ണയോടിതു ചൂടുന്നാകിലോ വൈഷ്ണവ പാദം ലബ്ധമാം. മൂന്നാമതാകും കുറുനീലയ്ക്കോർത്താൽ ഇന്ദിരാദേവി ദേവത. ആദരാലിതു ചൂടുന്നാകിലോ ഐശ്വര്യമുണ്ടാം മേൽക്കുമേൽ. നാലാമതാകും തിരുതാളിക്കോർത്താൽ നാൻമുഖനല്ലോ ദേവത. ആദരാലിതു ചൂടുന്നാകിലോ ആയുസ്സുണ്ടാകുമേറ്റവും. അഞ്ചാമതാകും മുച്ചൂഴിക്കോർത്താൽ പഞ്ചബാണാരി ദേവത. ആദരാലിതു ചൂടുന്നാകിലോ പഞ്ചപാപങ്ങൾ തീർന്നു പോം. ആറാമതാകും മുക്കുറ്റിക്കോർത്താൽ പാർവതി ദേവി ദേവത. ഭക്തിയോടിതു ചൂടുന്നാകിലോ മംഗല്യത്തിനുമുത്തമം. ഏഴാമതാകും കയ്യോന്നീക്കോർത്താൽ വൻപേഴും വരുണൻ താനും. ആദരാലിതു ചൂടുന്നാകിലോ ആഗ്രഹമൊക്കെ സാധ്യമാം. എട്ടാമതാവും നിലംബനയ്ക്കോർത്താൽ അൻപോടെ കാമദേവനും. മട്ടോലും മൊഴിമാരെ നിങ്ങളുടെ ഇഷ്ടമൊക്കെയും സാധ്യമാൻ. ഒൻപതാകും ചേറുളയ്ക്കോർത്താൽ വൻപേഴും യമധർമ്മനും. ഭർത്തൃസൗഖ്യവും പുത്രരുമുണ്ടാം ഭക്തിയോടിതു ചൂടുകിൽ. പത്താമതാകും മുഴിഞ്ഞയ്ക്കോർക്കുമ്പോൾ ചിത്തജനല്ലോ ദേവത. സുന്ദരിമാരെ ചൂടേണമിതു സൗന്ദര്യത്തിനുമുത്തമം.